മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ രോമാഞ്ചം മൂടവേ. എന്താണ് നീ ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതാണ് നിശബ്ദത. ഞാനല്ലോ പറയും കേട്ടോ. നീ ഈ വീട്ടിൽ എപ്പോഴെങ്കിലും നിശബ്ദത കേട്ടിട്ടുണ്ടോ? ഒന്നുകിൽ ആ പൈങ്കിളി സുമേഷിന്റെ കഴുത്തിൽ ഞെക്കിപ്പിടിക്കണ ശബ്ദം, ഇല്ലെങ്കിൽ ശംഭു വയലിനിട്ട് ഉരയ്ക്കണ ശബ്ദം, അതും അല്ലെങ്കിൽ അളിയെ മുറുക്കി എന്തുകൊണ്ട് പോണ സൗണ്ട്. അത് കറക്റ്റാട്ടാ. അളി എന്തുറ്റി എല്ലാവർക്കും ഇവിടെ ആരും ഇല്ലേ? ഒന്നും അന്വേഷിക്കാൻ പോണ്ട, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ഈ നിശബ്ദത ആസ്വദിക്കാം. വിധിച്ചിട്ടില്ല. ചെന്ന് നോക്ക്. എന്തോന്ന് വെച്ചാ ഈ വീട്ടിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടൂലേ? നീ ഇവിടെ സമാധാനമായിട്ടിരുന്ന എടാ, എനിക്ക് അവള് ഡൈവോഴ്സ് നോട്ടീസ് അയച്ചെന്ന്. യാവള് നിന്റെ അമ്മ അല്ലാതെ പിന്നെ ആരാ? ആണോ? പിന്നെ അല്ലാതെ. എടി ലളിതേ, എന്താ ചകടന്ന് അലർന്നേ? നിന്റെ അമ്മ എവിടെ? അമ്മ അമ്പലത്തിൽ പോയി. എന്താ ഡി അമ്മ അച്ഛൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്ന്. ഇതെന്തോന്ന് അച്ഛന്? എടാ അവള് നോട്ടീസ് അയച്ചിട്ട് നീ എന്തിനാടാ എന്നോട് ചൂടാവുന്നേ? അച്ഛൻ എത്ര പാവായിട്ടൊന്നുമല്ല അമ്മ നോട്ടീസ് അയച്ചത്. അമ്മ ഹരാസ് ചെയ്യുന്നതാണ് ഉറപ്പാ. എടാ ചുമ്മാ എടാ, എന്താണ് കാര്യം ചോദിക്കട്ടെ, പറയണോ അച്ഛാ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അച്ഛാ? എന്ത് പ്രശ്നം? ഇന്നലെ 2 ദിവസമായിട്ട് ഞങ്ങൾ നല്ല ഇണക്കത്തിലായിരുന്നു. എന്നെ എന്റെ സഹോദരങ്ങളെ അനാഥരാക്കിയപ്പോൾ സമാധാനമല്ല അച്ഛന്. ചേട്ടാ എൻ്റെ അടുത്ത് ജഡ്ജി ആരുടെ കൂടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയെ ചൂണ്ടി കാണിക്കും. ചേട്ടൻ ആരുടെ കൂടെ പോവും? ഞാൻ തീരുമാനിച്ചില്ല. മിണ്ടാരി പിള്ളേരെ, കാര്യം എന്താണെന്ന് ചോദിക്കട്ടെ, പറയണോ അച്ഛാ? അമ്മ വരട്ടെ, അമ്മ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാല. പെട്ടെന്ന് എന്തെങ്കിലും ദേശത്തിന് പുറത്ത് ചെയ്തായിരിക്കും. അങ്ങനെയല്ല ഇടത്തി, പെട്ടെന്ന് അങ്ങനെ ദേഷ്യത്തൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഇതേ അങ്ങനെ ഒരു ദിവസം കൂടി ചെയ്യുന്ന കാര്യമാണ് ഇത്. കോടതി പോകണം, വക്കീലിനെ കാണണം. ഇത് അമ്മ ക്ഷമട്ട് ചെയ്ത് തന്നെ ഉറപ്പാ. അച്ഛൻ വിഷമിക്കണ്ട, അമ്മ വരട്ടെ, നമുക്ക് ചോദിക്കാം. ഇവന് ഭ്രാന്ത. അച്ഛൻ വരട്ടെ. എന്തോ പറയാ പോടാ ചുമ്മാ. പിന്നെ നമുക്ക് വശം വരത്തില്ലേ? അമ്മ വരട്ടെ. എടി ഭയങ്കര അച്ഛൻ അമ്മ ഹരാസ് ചെയ്ത് ഉറപ്പാടി. ഒന്ന് പൊയ്ക്കേ. അച്ഛാ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തോന്ന്? അല്ല, കൈ ഇങ്ങനെ വീശ എടുക്കാനും ചെയ്തപ്പോ അമ്മേരെ ദേഹത്ത് തട്ടേ മുട്ടേ അങ്ങനെ ഞാൻ തന്നാലോട്ടല്ലോ. കണ്ടാ, ഇതാണ് പ്രശ്നം. ഓ അപ്പൊ അത് ശരി. അപ്പൊ ഞാൻ അവിടെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടാണ് അവൾ എനിക്ക് നോട്ടീസ് അയച്ചെന്നാണ് നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നും അല്ല, 2 കൈ കൂട്ടി അടിക്കാതെ ശബ്ദമൊന്നും കേൾക്കൂല. അപ്പൊ ഒരു കൈ കൊണ്ട് ഞാൻ ശബ്ദം കേൾപ്പിക്കുവേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഹിംസ. കേട്ടാ അമ്മ, അവൻ പറഞ്ഞ കേട്ടാ, ഞാൻ വലിയ അക്രമി എന്നാണ് അവൻ പറയുന്നത്. ക്രിമിയല്ല, അക്രമി. രണ്ടും ചേരും. നിങ്ങൾ ചുമ്മാ ഇരിക്കുക. അച്ഛനെ കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? എനിക്കിന്റെ വെള്ളമൊന്നും വേണ്ട. ആ സുമേഷ് കൊണ്ട് കൊടുക്കും. അവരോട് കിടന്ന് തൊണ്ട വെട്ടി വിളിച്ചതല്ലേ? ചെറിയ പയ്യനല്ലേ അച്ഛാ, അമ്മയുടെ സൈഡിൽ നിൽക്കണതിന് കുറ്റം പറയാനൊന്നും പറ്റുന്നില്ല. അച്ഛനമ്മയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കില്ലെന്ന് എനിക്കറിയാം. ഇനി വല്ല മാനസിക പീഡനവും അമ്മ വല്ല തെറി വിളിക്കുവോ അമ്മയുടെ അച്ഛന് പറയുവോ? അല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ഇത് മിക്കവാറും നമുക്ക് വേറെ കല്യാണം കഴിക്കാനായിട്ടായിരിക്കും. അച്ഛമ്മ എന്ത് എന്നെ ചെറുക്കൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മ. ഈ അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. അച്ഛാ ഫോണിൽ നിന്നാണ്. എന്തിന്? അല്ല, ഒന്ന് മൊത്തത്തിൽ നോക്കട്ടെ. നീ എന്താ കൊച്ചാ അവന്റെ ചെവി പറഞ്ഞു കൊടുത്തത്? ഞാനത് അച്ഛൻ്റെ ഫോൺ വരെ ചോദിക്കണം. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ കുറ്റം അല്ലായിരിക്കും എന്നാ പറഞ്ഞത്. എന്നാ എന്റെ ഫോണ് കോളാ നമ്പർ എന്താന്ന് വെച്ചാൽ നോക്ക്. അല്ല, അച്ഛനെ വിശ്വാസം തന്നെ, അച്ഛൻ തന്നെ ഫോൺ വെച്ചോ. ഈ അമ്മ എവിടെ പോയി കിടക്കണമെന്ന് പറ. എനിക്കറിയാമോ? അവളിങ്ങ് വരട്ടെ. ഇത്രയും കാലം ഞാൻ പൊന്നുപോലെ നോക്കിയിട്ട് അവളെ നോട്ടീസ് അയച്ചേക്കണം. ഇത് മറ്റേ കൊടിവീശലിന്റെ പ്രശ്നം കാണുമെന്നോ? കൊടിവീശലോ? അങ്ങനെയൊന്നുമില്ല. കൊടിവീശൽ ഇടാ, അത് ചുമ്മാ അമ്മ വിഷമം കൊണ്ട് എന്തോ മുറിമുറുത്തതാ. നീ ലളിത എവിടെയാണെന്ന് പോയി നോക്ക്. കൊടിവീശൽ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നിന്നോട് ലളിത എവിടെയാണെന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു കേട്ടില്ലേ? ഇവിടെ കയറിയിരിക്കുന്നത്. അച്ഛമ്മ കൊടിയെന്നല്ലേ പറഞ്ഞപ്പോ? അല്ല ഉത്തമ, അമ്മ എവിടെ പോയി നോക്കിട്ട് നീ അച്ഛനെ നോക്കിക്കോ. നോക്കിക്കോ. സുമേ, നീ വിഷമിക്കാതെ. നോട്ടീസ് അല്ലേ വന്നിട്ടുള്ളൂ.
ഡിവോഴ്സ് ആവാൻ ഇനി സമയം എടുക്കും. എന്തോന്നപ്പച്ചി? അപ്പൊ ഡിവോഴ്സ് നടക്കണോന്ന് തന്നെയാണ് ആഗ്രഹം? എടി ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചേ. ഡിവോഴ്സ് ആവാൻ സമയം എടുക്കുന്നത് കൊണ്ട് നമുക്ക് ആ സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കാന്നാ ഉദ്ദേശിച്ചേ. അത് കൺവേ ആയില്ല. ആയില്ലല്ലേ? എടി പൈങ്കിളി, നിനക്കറിയാമോ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയ മക്കൾ വളർന്ന ക്രിമിനൽ ആവുന്നത്? ക്രിമിനലോ? എടാ അതിന് നമ്മൾ വളർന്നില്ലേ? ആര് പറഞ്ഞു? എനിക്ക് കുറച്ചുകൂടെ വളരാനുണ്ട്. ഓ ഇപ്പൊ അതാണോ നിന്റെ പ്രശ്നം? ഡിവോഴ്സ് ഒന്നും ആവത്തില്ല. ചിറ്റപ്പൻ പേടിക്കണ്ട, നമുക്ക് അപ്പൂപ്പനെ അച്ഛമ്മേനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്ക് അപ്പോഴേ അറിയാം ഇത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. അതെന്താ? എടി നിനക്കറിയാമോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുമായിരുന്നു. ആ സ്വപ്നത്തിൽ ജഡ്ജി എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കും, നിനക്ക് ആരോടെ പോകാൻ താല്പര്യമെന്ന്. ആ ജഡ്ജി ആരാന്ന് അറിയാമോ നിനക്ക്? നെടുപിടി വേണം. ഭാഗ്യം നീ അച്ഛനെ അമ്മ മാറ്റി കണ്ടില്ലല്ലോടാ. ആര് പറഞ്ഞ് മാറ്റി പറഞ്ഞില്ലെന്ന്? അച്ഛൻ കമലഹാസനും അമ്മ ശ്രീദേവി. അതെങ്ങനെ ഭയങ്കര അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിന്റെ പ്രശ്നം ഇപ്പൊ അതാണോ? ഡിവോഴ്സ് ആവോ ഇല്ലയോ എന്നുള്ളതല്ലേ? ഡിവോഴ്സ് ആവില്ല. അയ്യോ എന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയേ, എനിക്ക് ഇനി അമ്മ മാത്രമേ ഉള്ളേ. ഉണ്ടായിരടാ അവിടുന്ന്. ഡിവോഴ്സ് ആവുന്നില്ലെന്ന് പറഞ്ഞില്ല നിന്നോട്? അപ്പച്ചിയും ശിവമാമനും ഡൈവേഴ്സ് ആണ്. എന്റെ മോളെ ശിവമാമൻ വരും. വീട്ടിൽ പണി നടക്കുന്നോണ്ടാ വരാത്ത കേട്ടോ. അപ്പൊ കുഴപ്പമില്ല. എടി ഭയങ്കരേ, ആ നമുക്ക് അച്ഛനെ അമ്മയും കൊണ്ട് കൗൺസിലിംഗിൽ പോയാലോ? ആ അതൊരു നല്ല ഐഡിയ. അമ്മ ഒന്ന് വന്നോട്ടെ. ആ അത് ശരിയാ, അമ്മ വരട്ടെ, ഞാൻ അച്ഛനും അമ്മയും കൊണ്ട് കൗൺസിലിംഗ് കൊണ്ടുപോകും. ആ. എനിക്ക് ഇങ്ങനെ ക്രിമിനലായിട്ട് വളരാൻ. ഇതിൽ കൂടുതൽ എന്ത് ക്രിമിനൽ ആവാനാ ചിറ്റപ്പ? ഏട്ടാ ഒച്ച ഒരുമാതിരി ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. പറയാതെ അവൻ കരയട്ടെ. എന്റെ ദൈവമേ, എനിക്കിനി ആരുമില്ലേ. എന്നെ ദത്തെടുക്കാൻ ആരെങ്കിലും വരണേ. പൈസ ഉള്ള വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണേ എന്നെ ദത്തെടുക്കാൻ. എനിക്കിനി ആരുമില്ലേ. ഒട്ടും ആർത്തില്ല. എനിക്ക് ആരും വേണ്ടേ, എന്നെ ആർക്കും വേണ്ടേ.